ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ ടി ഡി എസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു 4 വിവിധ എക്സാമ്പിൾസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ടി ഡി എസ് from the following incomes or receipts during the previous year 2020-21. 2020-21 പ്രീവിയസ് ഇയറിലുള്ള താഴെ പറയുന്ന ഇൻകവും റെസിപ്റ്റ്സും ഉപയോഗിച്ചിട്ട് എത്ര എമൗണ്ട് ഓരോന്നിനും ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് എന്ന രീതിയിൽ എമൗണ്ട് കുറക്കേണ്ടി വരും എന്നുള്ളതാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കേസ് പറയുന്നത്, ലോട്ടറി വിന്നിങ്സ് ഓഫ് റുപ്പീസ് 1 lakh പേയബിൾ ടു മിസ്റ്റർ എക്സ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ലോട്ടറി വിന്നിങ്സ് ആയിട്ട് 1 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ എത്ര എമൗണ്ട് ടി ഡി എസ് കുറക്കണം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ലോട്ടറി വിന്നിങ്സ് എന്ന് പറയുമ്പോൾ ഒരു കാഷ്വൽ ഇൻകം ആണ്. റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനാണ് ആ ഇൻകം കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും 10,000 രൂപയിൽ കൂടുതൽ ഇങ്ങനെയുള്ള കാഷ്വൽ ഇൻകം വരുമ്പോൾ അതിന് 30% ടി ഡി എസ് കുറക്കണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 ലക്ഷം രൂപക്ക് 30% റുപ്പീസ് 30,000 വരും. ഇതിനകത്തൊരു 0 കൂടി പോയിട്ടുണ്ട്, കറക്റ്റ് ചെയ്യുക. റുപ്പീസ് 30,000 ആണ് ലോട്ടറി വിന്നിങ്സിന് കുറക്കേണ്ടി വരുന്ന ടി ഡി എസിൻ്റെ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്, വിന്നിങ്സ് ഫ്രം ഹോഴ്സ് റേസ് റുപ്പീസ് 50,000 പേയബിൾ ടു മിസ്റ്റർ വൈ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിഡന്റിൻ്റെയും നോൺ റെസിഡന്റിൻ്റെയും ടി ഡി എസ് കുറക്കുന്ന സമയത്താണ്. നോൺ റെസിഡന്റ് ആയിട്ടുള്ളവർക്കുള്ള ടി ഡി എസിൻ്റെ എമൗണ്ട് കുറക്കുമ്പോൾ നമ്മൾ ബേസിക് റേറ്റ് മാത്രമല്ല സർചാർജും എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ചേർത്തുള്ള എമൗണ്ടാണ് കുറക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആൾ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണെന്ന് പറയുന്നുണ്ട്. 50,000 രൂപയാണ് കാഷ്വൽ ഇൻകം ആയിട്ടുള്ള ഹോഴ്സ് റേസ് വിന്നിങ്സിന് കൊടുക്കേണ്ടത്. എത്ര എമൗണ്ട് കുറക്കണം? ദെൻ വിന്നിങ്സ് ഫ്രം ഹോഴ്സ് റേസ് എന്ന് പറയുന്നത് നോൺ റെസിഡന്റിനായതുകൊണ്ട് 50,000 രൂപയുടെ 30% ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? 50,000 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ റുപ്പീസ് 15,000 ആണ് വരിക, അല്ലേ? ഇവിടെ സർചാർജ് അപ്ലിക്കബിൾ, കാരണം സർചാർജ് 50 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ സർചാർജ് വരും. ഇവിടെ സർചാർജ് ബാധകമല്ല. പക്ഷേ എന്ത് വേണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% വേണം. അപ്പോൾ നമ്മൾ ആദ്യം 50,000ന്റെ 30% എടുക്കുമ്പോൾ റുപ്പീസ് 15,000 കിട്ടും, അല്ലേ? 15,000ന്റെ 4% റുപ്പീസ് 600. സോ 15,000 പ്ലസ് 600 റുപ്പീസ് 15,600 ആണ് ആ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ടി ഡി എസ് ആയിട്ട് കുറക്കേണ്ടത്. മൂന്നാമത്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനുള്ള ഇൻട്രസ്റ്റ് ആണ് പേയബിൾ ടു മിസ്റ്റർ ഇസഡ് എ റെസിഡന്റ് ഇൻ ഇന്ത്യ റുപ്പീസ് 20,000. 1/5/2020 ഈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. മിസ്റ്റർ ഇസഡ് എന്ന് പറയുന്ന റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനാണ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് ഇൻകം കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അത് ലിസ്റ്റഡ് ആണെങ്കിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്തതാണെങ്കിലും അവിടെ 10% അല്ലേ ടി ഡി എസ് കുറക്കണം. 2020 മെയ് 13 കൊടുക്കുന്നതെങ്കിൽ 10%, അതിന് ശേഷമുള്ള ഡേറ്റ് ആണെങ്കിൽ 7.5% ടി ഡി എസ് ആയിട്ട് കുറക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഇൻട്രസ്റ്റിൻ്റെ ഇൻകത്തിന് ഇത് മെയ് 1 അല്ലേ, 2020 മെയ് 1 കൊടുക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് 20,000 രൂപയുടെ 10% ടി ഡി എസ് ആയിട്ട് കുറക്കണം. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 20,000 ഇൻറ്റു 10% റുപ്പീസ് 2,000. ദെൻ ഫോർത്ത് വൺ, ഡിവിഡൻഡ് പേയബിൾ ബൈ എ ഡൊമസ്റ്റിക് കമ്പനി ടു ബി എ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ബി എന്ന് പറയുന്ന ആൾക്ക് ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻഡ് റുപ്പീസ് 40,000 കൊടുക്കുന്നുണ്ട്. 2020 മെയ് 3 ആ എമൗണ്ട് കൊടുക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് ടി ഡി എസ് അപ്ലിക്കബിൾ അല്ലാത്ത ഒരു ഇൻകം ആണ്. അതിന് നമ്മൾ ടി ഡി എസിൻ്റെ എമൗണ്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. സോ ദർ ഈസ് നോ ടി ഡി എസ് അപ്ലിക്കബിൾ എന്നുള്ളതാണ് അതിൻ്റെ കേസ്. അഞ്ചാമത്, ഇൻട്രസ്റ്റ് ഓൺ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് പേയബിൾ ടു മിസ്റ്റർ ടി എ റെസിഡന്റ് ഇൻ ഇന്ത്യ റുപ്പീസ് 10,000 ഓൺ 7th May 2020. 2020 മെയ് 7 റെസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ടി എന്ന് പറയുന്ന ആൾക്ക് വൈ ലിമിറ്റഡിന്റെ ഡിബഞ്ചറിനുള്ള ഇൻട്രസ്റ്റിന്റെ
10,000 rupees കൊടുക്കുന്നു. നേരത്തെ മനസ്സിലാക്കിയതുപോലെ ലിസ്റ്റഡ് ആണെങ്കിലും അൺലിസ്റ്റഡ് ആണെങ്കിലും 10% ആണ് റെസിഡന്റിന് ബാധകമായിട്ടുള്ള TDSന്റെ റേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ 10,000 എന്ന് പറയുന്ന എമൗണ്ടിന്റെ 10% TDS ആയിട്ട് കുറക്കണം. അപ്പോൾ 1000 രൂപയാണ് TDS ആ കേസിൽ വരിക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫൈൻഡ് ഔട്ട് TDS ഇൻ ദി ഫോളോയിങ് കേസസ്. ഇത് റെസിപ്പിയന്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ. റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനാണ് താഴെ പറയുന്ന പേയ്മെന്റുകൾ കൊടുക്കുന്നത് എന്നുള്ള അസംഷനിൽ എന്താണ് TDS ആയിട്ട് കുറക്കേണ്ടി വരുന്ന എമൗണ്ട്? ഒന്ന്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്. 1/6/2020 ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ 2020 മെയ് 13 ശേഷമാണ് ഈ എമൗണ്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ സാധാരണ 10% TDS റേറ്റ് എങ്കിലും മെയ് 13 ശേഷമുള്ള മെയ് 14 മുതൽ അങ്ങോട്ടുള്ള പേയ്മെന്റ് ആണെങ്കിൽ 7.5% ആണ് TDS ആയിട്ട് കുറക്കാൻ പറ്റുക. അതുകൊണ്ട് ₹6,000 എന്ന് പറയുന്ന ഈ എമൗണ്ടിന്റെ 7.5% ആണ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആയിട്ട് കുറക്കുന്നത്. ₹450 ആണ് അന്നേരം എമൗണ്ട് നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നതിനകത്ത് പേയ്മെന്റ് റിഗാർഡിംഗ് ലോട്ടറി വിന്നിങ്സ്. ലോട്ടറി വിന്നിങ്സുമായിട്ട് ബന്ധപ്പെട്ട് 500 രൂപയാണ് കൊടുക്കേണ്ടത്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കാഷ്വൽ ഇൻകത്തിന് TDS കുറക്കണമെങ്കിൽ ഒരു മിനിമം കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? 10,000 രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ TDS കുറക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് 500 രൂപയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പേയ്മെന്റിന് ലോട്ടറി വിന്നിങ്സിന് TDSന്റെ എമൗണ്ട് ഒന്നും കുറക്കേണ്ടി വരുന്നില്ല. ഇനി മൂന്നാമത് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ₹40,000. ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻഡ് കിട്ടുന്ന സമയത്ത് TDSന്റെ എമൗണ്ട് കുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ എമൗണ്ടും നില്ലാണ്. ദർ ഇസ് നോ TDS ഓൺ ദി ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ദെൻ വിന്നിങ്സ് ഫ്രം എ ഹോഴ്സ് റേസ് ₹20,000. ഹോഴ്സ് റേസ് എന്ന് പറയുന്നത് കാഷ്വൽ ഇൻകം ആണ്. 30% TDS കുറക്കേണ്ടുന്ന ഇൻകമാണ്. ₹20,000 ഇൻകം വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ₹20,000 30%. നാലാമത്തെ കേസിൽ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് 20,000 into 30% ₹6,000 TDS ആയിട്ട് അവിടെ കൊടുക്കുന്ന ആൾ കുറക്കണം. അഞ്ചാമത് വിന്നിങ്സ് ഫ്രം അനദർ ഹോഴ്സ് റേസ്. മറ്റൊരു ഹോഴ്സ് റേസിലൂടെ കിട്ടുന്ന വിന്നിങ്സ് ആണ് ₹2,000 എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ. അപ്പോൾ ₹2,000 എന്ന് പറയുന്നത് നമുക്ക് TDS അപ്ലിക്കബിൾ അല്ല. കാരണം 10,000 രൂപയിൽ കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ കാഷ്വൽ ഇൻകത്തിന് TDS ഉള്ളൂ. അതുകൊണ്ട് ഈ 2,000 രൂപക്ക് TDSന്റെ എമൗണ്ട് കുറക്കാൻ പറ്റില്ല. അപ്പോൾ അഞ്ചാമത്തെ കേസിലും അവിടെ നോ TDS എന്നുള്ളതാണ് അതിൻ്റെ കേസ് വരുന്നത്. ആറാമത് കമ്മീഷൻ ടു ലോട്ടറി ഏജന്റ്. 1/5/2020 ലോട്ടറി ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷൻ എമൗണ്ട് ആണ് ₹25,000. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ലോട്ടറി ഏജന്റുമാർ കമ്മീഷൻ കൊടുക്കുന്ന സമയത്ത് 5% TDS കുറക്കണം. അപ്പോൾ 25,000ന്റെ 5% ആയിട്ടുള്ള ₹1,250 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ TDS ആയിട്ട് കുറക്കേണ്ടത്. ഇനി ഏഴാമത്തെ കേസ് ഇൻഷുറൻസ് കമ്മീഷൻ ഓൺ 15th April 2020 ₹34,000 അല്ലേ. 2020 ഏപ്രിൽ 15 ഇൻഷുറൻസ് കമ്മീഷൻ 34,000 രൂപ കൊടുക്കുന്നത് അല്ലെ. ഇൻഷുറൻസ് കമ്മീഷൻ എന്ന് പറയുന്ന എമൗണ്ട് TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. അതിന്റെ 5% ഇൻഷുറൻസ് കമ്മീഷന്റെ 34,000ന്റെ 5% TDS ആയിട്ട് കമ്മീഷൻ കൊടുക്കുന്ന ആൾ കുറക്കണം. ₹1,700 ആണ് നമുക്ക് അതിനകത്ത് ആ എമൗണ്ട് കിട്ടുക അല്ലേ. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഡിറ്റർമിൻ ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഇഫ് എനി അണ്ടർ സെക്ഷൻ 201. താഴെ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് സെക്ഷൻ 201 പ്രകാരം എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. TDS കുറക്കേണ്ട എമൗണ്ട് യഥാസമയത്ത് കുറക്കാതിരുന്നാൽ അതിന് 1% ഒരു മാസത്തേക്ക് വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. TDS കുറക്കുന്ന എമൗണ്ട് കൃത്യമായി ഡെപ്പോസിറ്റ് ചെയ്യാതിരുന്നാൽ ആ സമയത്തേക്ക് 1.5% പെർ മന്ത് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ കേസിലേക്ക് വരാം. ഒന്ന്, പ്രൊഫഷണൽ ഫീ പെയ്ഡ് ടു മിസ്റ്റർ എ ₹50,000 വിത്തൗട്ട് TDS ഓൺ 12th August 2019. 2019 ഓഗസ്റ്റ് 12 മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾക്ക് 50,000 രൂപ പ്രൊഫഷണൽ ഫീ കൊടുക്കുന്നു. ഈ പ്രൊഫഷണൽ ഫീ കൊടുക്കുന്നതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 10% TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻകമാണ് പ്രൊഫഷണൽ ഫീ എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ആ 50,000 രൂപയ്ക്ക് 10% TDS കുറയ്ക്കേണ്ടതായിരുന്നു, മാൻഡേറ്ററി ആയിരുന്നു. പക്ഷേ 12/8/2019 ഈ ഇൻകം TDS കുറക്കാതെ മുഴുവൻ എമൗണ്ടും ഫീ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് പോയിന്റ് പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ ഫീ പെയ്ഡ് ടു മിസ്റ്റർ എ ₹60,000 ഓൺ 16th December 2019 ആൻഡ് TDS ഓൺ ₹110,000 at 10% ₹11,000. ഇതിൽ രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്? 2019 December 16 വീണ്ടും 60,000 രൂപ മിസ്റ്റർ എക്ക് പ്രൊഫഷണൽ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ കൊടുത്ത 50,000-നും ഈ 60,000-നും മൊത്തം 1,10,000 രൂപക്ക് ഡിസംബർ 16 10%, 110,000 10%ആയിട്ടുള്ള 11,000 രൂപ TDS ആയിട്ട് അന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നീട് അതിനകത്ത് പറയുന്ന മൂന്നാമത്തെ കേസ്, ദി എബോ എമൗണ്ട് ഓഫ് ടാക്സ് ഡെപ്പോസിറ്റഡ് ഓൺ 14th February 2020. ഈ ടാക്സ് ഡിസംബർ 16 കുറച്ചെങ്കിലും ഉടനെ എന്ത് ചെയ്തിട്ടില്ല? അത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. 2020 February 14 മാത്രമാണ് അത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഇവിടെ ഈ 50,000 രൂപ TDS മാൻഡേറ്ററി ആയിട്ടുള്ള എമൗണ്ടിന് TDS കുറക്കാതെ കൊടുക്കുന്നു അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. TDS കുറക്കാതെ TDS മാൻഡേറ്ററി ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് കുറയ്ക്കേണ്ടിയിരുന്ന ഡേറ്റ് മുതൽ എന്ന് ആക്ച്വലി കുറക്കുന്നുണ്ടോ അത്രയും സമയത്തേക്ക് ഇതിന് 1% ഒരു മാസത്തേക്ക് വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഭാഗികമായിട്ട് വരുന്നത് ഒരു ദിവസമാണെങ്കിലും ഒരു മാസമായി കണക്കാക്കി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2019 August 12 മുതൽ അന്നാണ് കുറയ്ക്കേണ്ടിയിരുന്നത്. പക്ഷെ കുറച്ചത് എന്നാണ്? 16/12/2019 അല്ലേ? ഇത് പറയുമ്പോൾ 12/8/2019 മുതൽ 16/12/2019 വരെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 4 മാസവും 4 ദിവസവും വരുന്നുണ്ട് അല്ലേ? 4 മാസവും 4 ദിവസവും എന്ന് പറയുമ്പോൾ നമ്മൾ 5 മാസമായി കണക്കാക്കണം. കാരണം ഭാഗികമായിട്ട് വരുന്നത് 4 ദിവസമാണെങ്കിലും അതിന് ഒരു മാസമായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് TDS കുറയ്ക്കേണ്ടി വരുമായിരുന്ന എമൗണ്ട്, കാരണം 50,000 രൂപയാണ് അന്ന് കൊടുത്ത ഇൻകം, 50,000 10% TDS ബാധകമായത് 5,000 TDS കുറയ്ക്കേണ്ടിയിരുന്നത്. ഈ 5,000-ന് എന്ത് ചെയ്യണം? 1% വെച്ച് 5 മാസത്തേക്ക് കമ്പ്യൂട്ട് ചെയ്യണം. 5,000 into 1% into 5 months എന്ന് പറയുമ്പോൾ ₹250 ആണ് വരിക. രണ്ടാമത്തെ കേസ് പറയുന്നത് 2019 December 16 60,000 രൂപ വീണ്ടും ഫീസ് കൊടുക്കുന്നു. പക്ഷേ TDS കുറച്ചിട്ടുണ്ട്. കാരണം ആ ഡേറ്റിന് കുറച്ച് മൊത്തം ₹110,000-നുള്ള 11,000 TDS കുറച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അർത്ഥം ഓൾറെഡി ഈ 16/12/2019 കൊടുക്കുന്ന എമൗണ്ട് TDS കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അത് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഡെപ്പോസിറ്റ് ഡേറ്റ് എന്താണ്? 2020 February 14 ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ TDS കുറച്ച ഡേറ്റ് മുതൽ 16/12/2019 മുതൽ 14/2/2020 വരെയുള്ള സമയത്തേക്ക് 1.5% ഇൻട്രസ്റ്റ് എന്തിനു കൊടുക്കണം? ഈ ₹11,000 കൊടുക്കണം. കാരണം ₹11,000 മൊത്തം TDS കുറച്ചിട്ടുണ്ട്, ഒരു എമൗണ്ടും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ₹11,000 TDS ഗവൺമെന്റിലേക്ക് അടക്കാൻ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ₹11,000-ന് 16/12/2019 മുതൽ 14/2/2020 വരെ എന്ന് പറയുമ്പോൾ ഒരു മാസവും അല്ലെ, 2 മാസം തികയല്ല. കാരണം 2 മാസമാണെങ്കിൽ 16 February ആവണം, ഇത് 14 February ആണ്. എന്താ പറയുക, 2 ദിവസം കുറവാണ്. അപ്പോൾ ഒരു മാസവും 28 ദിവസവും നമുക്ക് അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ പക്ഷേ നമ്മൾ അതിനെ പാർട്ടായിട്ട് വരുന്ന മന്തിനെ ഒരു ഫുൾ മന്തായി കണക്കാക്കുമ്പോൾ 2 മാസമായിട്ട് എടുക്കണം. അപ്പോൾ ഈ ₹11,000-ന് 1.5% ഇൻട്രസ്റ്റ് വെച്ച് 2 മാസത്തേക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 330 രൂപയാണ് വരിക. അപ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 280 നേരത്തെ കണ്ട എമൗണ്ട് പ്ലസ് 330, മൊത്തം 580 രൂപയാണ് സെക്ഷൻ 201 പ്രകാരം ഇൻട്രസ്റ്റ് ആയിട്ട് ഡിഡക്റ്റർ എന്ന് പറയുന്ന ആള് അടയ്ക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ വികാസ് ഈസ് ആൻ എംപ്ലോയി ഇൻ എ കമ്പനി അറ്റ് ഇൻഡോർ അല്ലെ? ഒരു എംപ്ലോയി ആണ് മിസ്റ്റർ വികാസ് എന്ന് പറയുന്ന ആള്. താഴെ പറയുന്ന പേയ്മെന്റ്സ് ആണ് അദ്ദേഹത്തിന് 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയിട്ടുള്ളത്. സാലറി നോക്കുക, നമ്മൾ 8 ലക്ഷം രൂപ ബേസിക് സാലറി, DA 3 ലക്ഷം രൂപ,
ബോണസ് 1 ലക്ഷം രൂപ, കമ്മീഷൻ 70,000 രൂപ. ഇയാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 10,000 രൂപ അയാളുടെ സ്വന്തം ലൈഫിന്റെ പ്രീമിയം കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ട് ഈസ് ഇൻകം ഫ്രം സാലറി ലയബിൾ ടു TDS. TDS കുറയ്ക്കേണ്ടുന്ന സാലറി ഇൻകം എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യണം. മാത്രമല്ല മന്ത്ലി എമൗണ്ട് ഓഫ് TDS, എത്ര എമൗണ്ട് ഓരോ മാസവും TDS ആയിട്ട് എംപ്ലോയർ സാലറി എമൗണ്ട് നിന്ന് കുറക്കണം, ഇതും കമ്പ്യൂട്ട് ചെയ്യണം. ഇഫ് ഹി ഡസ് ഓപ്റ്റ് ന്യൂ ടാക്സ് റെജീം, പുതിയ ടാക്സ് റെജീമാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 2021-22 വർഷമാകുമ്പോൾ നമ്മൾ TDS എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ കുറക്കുന്നത്. കാരണം ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻകം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ടാക്സ് കുറക്കാണ് ചെയ്യുന്നത്. ആ ടാക്സ് കുറക്കുന്ന ഏത് വർഷം ടാക്സ് ആയിരിക്കും? അടുത്ത അസസ്മെന്റ് ഇയറിലേക്കുള്ള റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ വർഷം ടാക്സിന്റെ എമൗണ്ട് കുറക്കുക. അപ്പോൾ 2021-22 അസസ്മെന്റ് ഇയറിലേക്കുള്ള ടാക്സ് റേറ്റ് വെച്ചിട്ടാണ് ടാക്സിന്റെ TDSന്റെ എമൗണ്ട് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ പുതിയ ടാക്സ് റെജിമിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട് അസസിക്ക്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ 5 ഹെഡ്സ് കമ്പ്യൂട്ട് ചെയ്ത് ഓരോ ഹെഡിലുമുള്ള ഡിഡക്ഷൻസിന്റെ എമൗണ്ട് എല്ലാം കുറച്ച് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എമൗണ്ടിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള എമൗണ്ട് കുറച്ച് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിന് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ ടാക്സ് റേറ്റ് തന്നെ, സീനിയേഴ്സിന് ഇത്ര, സൂപ്പർ സീനിയേഴ്സിന് ഇത്ര, അതേഴ്സിന് ഇത്ര, ആ റേറ്റ് വെച്ച് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഈ ഒരു ഡിഡക്ഷനും ഒരു എക്സംഷനും ഇല്ലാതെ, ഒരു ഹെഡിനകത്തും ഒരു എക്സംഷനും കിട്ടില്ല, 80C മുതൽ U വരെ ഡിഡക്ഷൻ എമൗണ്ടും കിട്ടില്ല. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടാവും. ആ ഇൻകത്തിന് പ്രത്യേക ടാക്സ് റേറ്റ് ആണ്. 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം കഴിഞ്ഞുള്ള 2.5 ലക്ഷം രൂപക്ക് 5%, അത് കഴിഞ്ഞുള്ള 2.5 ലക്ഷം രൂപക്ക് 10%, അതിന് ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 15%, അതിന് ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 20%, അതിന് ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 25%, അതിന് ശേഷമുള്ള എല്ലാ ഇൻകത്തിനും 30%. ഇങ്ങനെയാണ് പുതിയ ടാക്സ് റെജീമിലെ ടാക്സ് റേറ്റ്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അസസ് ചെയ്യാതെ ഓപ്റ്റ് ചെയ്യുന്നത് ഓപ്റ്റ് ന്യൂ ടാക്സ് റെജീം, പുതിയ ടാക്സിന്റെ റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ഒരു എക്സംഷൻ ഡിഡക്ഷൻ ഒന്നും കുറക്കാൻ പറ്റില്ല. മൊത്തം കിട്ടുന്ന ഇൻകത്തെ ടോട്ടൽ ഇൻകമായി കണക്കാക്കണം. ആ ഇൻകത്തിന് ഈ പറഞ്ഞ റേറ്റ് വെച്ച് ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് ഈ കേസിലേക്ക് നോക്കാം. സാലറി എമൗണ്ട് ₹8 lakh ആണ് അല്ലെ. 8 lakh നമ്മൾ എടുത്തു. DA 3 ലക്ഷം രൂപയാണ്. DA 3 ലക്ഷം രൂപ എടുത്തു. ബോണസ് 1 ലക്ഷം രൂപയാണ്. ബോണസിന്റെ 1 lakh rupees എടുത്തു. കമ്മീഷൻ ₹70,000 ആണ്. ₹70,000 ഇവിടെ എടുത്തു അല്ലെ. മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് ₹12,70,000 വരും. നമ്മൾ നേരത്തെ ഉള്ള ടാക്സ് സ്കീം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ₹50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. പക്ഷെ ഇവിടെ പുതിയ ടാക്സ് റെജിം ആയതുകൊണ്ട് ഡിഡക്ഷൻ ഫ്രം സാലറീസ് നോട്ട് അവൈലബിൾ, ഇത് നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന എമൗണ്ട് ₹12,70,000 ആണ് വരിക. വേറെ ഹെഡിനകത്ത് ഒന്നും ഇൻകം ഇല്ലാത്തത് കൊണ്ട് ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു അല്ലേ. ഇനി സാധാരണഗതിയിലാണെങ്കിൽ ഇവിടെ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ₹10,000 കൊടുക്കുന്നുണ്ട്. നമ്മൾ സെക്ഷൻ 80Cയിൽ എന്ത് ചെയ്യണം? ഇത് കുറക്കണം. പക്ഷേ പുതിയ ടാക്സ് സ്കീമിനകത്ത് ഡിഡക്ഷൻ കുറക്കാൻ പറ്റാത്തത് കൊണ്ട് ആ എമൗണ്ടും നോട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സാലറി, ടാക്സബിൾ സാലറി ഇൻകം, TDS കുറക്കാൻ ബാധ്യസ്ഥമായ സാലറി ഇൻകം ₹12,70,000 ആണ് വരിക. നമ്മൾ ഈ ₹12,70,000 ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. നമ്മൾ പുതിയ റേറ്റ് അപ്ലൈ ചെയ്യണം. 12,70,000 ആണ് മൊത്തം ഇൻകം ഉള്ളത്, ടാക്സബിൾ ഇൻകം ഉള്ളത്. 2.5 ലക്ഷം രൂപക്ക് ടാക്സ് ഇല്ല, നില്ലാണ്. അടുത്ത 2.5 ലക്ഷം രൂപക്ക് 5% അല്ലേ. അപ്പോൾ 12,500 രൂപ വരും. ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 10%. 2.5 ലക്ഷം ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 25,000 രൂപ വരും. അടുത്ത 2.5 ലക്ഷം രൂപക്ക് 15%. 2.5 ലക്ഷം ഇൻറ്റു 15% എന്ന് പറയുമ്പോൾ 37,500 രൂപ വരും. ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 20%. 2.5 ലക്ഷം ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 50,000 രൂപ വരും. ശേഷമുള്ള ഇൻകം എന്ന് പറയുന്നത് ഇവിടെ 20,000 രൂപയേ ഉള്ളൂ അല്ലേ. കാരണം 2.5, 5, 7, 10, 12. 12 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. മൊത്തം 12,70,000 ആണുള്ളത്. അപ്പോൾ 12,70,000 12 ലക്ഷം കുറച്ചാൽ ബാക്കി 20,000 ആണുള്ളത്. 20,000 25%. അപ്പോൾ 20,000 ഇൻറ്റു 25% എന്ന് പറയുമ്പോൾ 5,000 രൂപയും വരും. നമ്മൾ മൊത്തം ടാക്സ് കൂട്ടി വരുമ്പോൾ 1,30,30,000 രൂപ ടോട്ടൽ കിട്ടുക. 12,500 പ്ലസ് 25,000 പ്ലസ് 37,500 പ്ലസ് 50,000 പ്ലസ് 5,000 1,30,000 രൂപയാണ് കിട്ടുക, ടാക്സ് കിട്ടുക. സർചാർജ് ഇവിടെ ബാധകമല്ല. കാരണം 50 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ സർചാർജ് ഉള്ളൂ. അതില്ലാത്തത് കൊണ്ട് സെസ്സിന്റെ 4% നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 1,30,000 4% സെസ് എടുക്കുമ്പോൾ 5,200 രൂപ വരും. മൊത്തം
TDS കുറക്കാൻ ബാധ്യസ്ഥമായ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,35,200 രൂപയാണ്. എന്ത് ചെയ്യണം? ഈ 1,35,200 രൂപയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓരോ മാസവും കുറക്കേണ്ട സാലറി എമൗണ്ട് എന്ന് കുറക്കേണ്ട ടാക്സിന്റെ എമൗണ്ട് കിട്ടും. അതിവിടെ നമുക്ക് ₹11,267 എന്ന് പറയുന്ന എമൗണ്ട് ആണ് എംപ്ലോയർ ഓരോ മാസവും വികാസ് എന്ന് പറയുന്ന ഈ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ആ സാലറി എമൗണ്ടിൽ നിന്ന് TDS ആയിട്ട് കുറക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.